ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ ഷിപ്പിലെ ഹൈഡ്രോഫോണിക്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഈ ഹൈഡ്രോഫോണിക്സ് എന്ന് വെച്ചാൽ ഫാമേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ മെത്തേഡാണ്. ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും എനിക്കറിയത്തില്ല, ഞാൻ ഡീപ്പായിട്ടൊന്നും ഞാൻ പോയിട്ടില്ല. ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഹൈഡ്രോഫോണിക്സ് കാണുന്നതും അതിൽ കൃഷി ചെയ്യുന്നതും. അപ്പം ഇത് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ സോയിൽ ഇല്ലാതെ കൃഷി ചെയ്യുന്നതാണ്, എന്ന് വെച്ചാൽ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് എൻ്റെ ഒരു ഹൈഡ്രോഫോണിക്സ്, ഇത് രണ്ടാമത്തെ ഹൈഡ്രോഫോണിക്സ്. അങ്ങനെ എനിക്ക് 2 ഹൈഡ്രോഫോണിക്സ് ആണ് ഉള്ളത്. ഇതിന്റെ ഇൻചാർജ് ഇപ്പോൾ ഞാനാണ്. അപ്പൊ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഹൈഡ്രോണിക്സ്. ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്തത് ഈ ഹൈഡ്രോഫോണിക്സിലാണ്. അപ്പൊ ഇത് എത്രത്തോളം ഗ്രോത്ത് വന്നിട്ടുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഹൈഡ്രോഫോണിക്സ്. ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളത് കുറച്ച് സലാഡ് ലീവ്സ് ആണ്. ഇത്രയും ഗ്രോത്ത് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതിന്റെ വേരൊക്കെ കണ്ടില്ലേ, കണ്ടോ? ഈ ഒരു കപ്പിലാണ് നമ്മള്, ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട്. ഈ ഒരു കപ്പിലാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ ഈ ചകിരിച്ചോറിനകത്തൊക്കെ നമ്മൾ കൃഷി ചെയ്യത്തില്ലേ, അതുകൊണ്ട് ഉള്ളൊരു മെത്തേഡാണ് കേട്ടോ. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാല്, ഇവിടെ ഒരു ടാങ്ക് ഉണ്ട്. ഇതാണ് ഇതിന്റെ ടാങ്ക്. ഈ ടാങ്കില് നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്യും. 2 കെമിക്കൽസ് ആണ് ഉള്ളത്. അപ്പൊ അതിന്റെ അളവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇൻസ്ട്രക്ഷൻസിനകത്ത് തന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ടാണ് ഇതില് കെമിക്കൽ ആഡ് ചെയ്യുന്നത്. ഇതിൽ കെമിക്കൽ ആഡ് ചെയ്ത് വെള്ളം നിറച്ചിട്ട് ഈ കെമിക്കൽ ആഡ് ചെയ്ത വെള്ളം ഇവിടെ ഒരു പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഈ മുകളിൽ വരെ പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, ഒരു ദിവസം അല്ലെങ്കിൽ 24 മണിക്കൂറിൽ 1 മിനിറ്റ് ഇത് ഈ പമ്പ്, ഇതിനകത്തൊരു പമ്പുണ്ട്. ഈ പമ്പ് വർക്ക് ചെയ്യും. ഈ 1 മിനിറ്റിൽ ഈ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യും. പിന്നെ 30 മിനിറ്റ്സ് ഈ പമ്പിന് റെസ്റ്റ് ആയിരിക്കും. പിന്നെ 1 മിനിറ്റ് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇത് ഫുള്ളി ഇലക്ട്രോണിക് ആണ് കേട്ടോ. ഇതാണ് അപ്പൊ എന്റെ ഫസ്റ്റ് ഹൈഡ്രോഫോണിക്സ്. അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ എന്റെ പ്ലാന്റ്സിന്റെ ഗ്രോത്ത് ഒക്കെ കാണിച്ചു തരാം. ഇനി ഞാൻ വിത്ത് മുളപ്പിക്കുമ്പോൾ അതെങ്ങനെ ഞാൻ മുളപ്പിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കാരണം ഇത് ഇത്രയും സക്സസ്ഫുൾ ആകും എന്ന് ഞങ്ങൾക്ക് ആർക്കും ഉറപ്പില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാനത്. അപ്പൊ ഇത് സക്സസ്ഫുൾ ആയി ഇപ്പോൾ. അപ്പൊ ഇനി എന്റെ രണ്ടാമത്തെ ഹൈഡ്രോഫോണിക്സ് കാണാം. ഇതാണ് എന്റെ രണ്ടാമത്തെ ഹൈഡ്രോഫോണിക്സ്. ഈ രണ്ടാമത്തെ ഹൈഡ്രോഫോണിക്സിൽ ഒരുപാടൊന്നും എന്താ പറയുക, പ്ലാന്റ്സ് ഒരുപാടൊന്നും ആയിട്ടില്ല, ചെറുതായിട്ട് വരുന്നത്. ഇത് വെച്ചിട്ട് കുറെ നാളൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ? ഇത് നമ്മുടെ നാട്ടിലെ പച്ച ചീരയാണ് കേട്ടോ. ഇതിന്റെ സീഡ് കണ്ടപ്പോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലെ പച്ച ചീരക്കുട്ട് വരുമോ, ഇതെന്താണ് സീഡ് എന്നുള്ളത്. ഞാൻ വിചാരിച്ചു ഇത് ചുമലയായിരിക്കും, പക്ഷെ ഇത് പച്ച ചീരയായിരുന്നു കേട്ടോ. ഇതിന്റെ ഒരു 2 കപ്സ് ഉണ്ട്. ഇതൊക്കെ ഇനി വിളവെടുക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഞാൻ ഹൈഡ്രോഫോണിക്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഇടാം കേട്ടോ. എനിക്കല്ലാതെ ഇതിനെ കുറിച്ചൊന്നും കറക്റ്റായിട്ട് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ചെയ്തു, അത് സക്സസ് ആയി, അത്രയും എനിക്കറിയാം. അപ്പോൾ ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.